പല സംസ്ഥാനങ്ങളും കോവിഡ് പ്രതിസന്ധി കണക്കിലെടുത്ത് 30% സിലബസ് വെട്ടിക്കുറച്ചിരുന്നു. കേരളത്തിലും ഇതേ ആവശ്യം ഉയർന്നെങ്കിലും സിലബസ് വെട്ടിക്കുറയ്ക്കേണ്ടെന്ന തീരുമാനമാണ് കരിക്കുലം കമ്മിറ്റി എടുത്തത്. പഠിക്കേണ്ട ഭാഗങ്ങൾ വെട്ടിക്കുറച്ചാൽ പിന്നീട് പഠിക്കാൻ കഴിയാതെ അടുത്ത ക്ലാസ്സിലെ പഠനത്തെ ബാധിക്കും. ഓരോ ക്ലാസ്സിലും പഠന പുരോഗതി ഉണ്ടാകുന്ന തരത്തിലാണ് പാഠ്യപദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അതിനാൽ എല്ലാ പാഠഭാഗങ്ങളും കുട്ടികളെ പഠിപ്പിക്കണം. എന്നാൽ വിദ്യാർത്ഥികളുടെ പരീക്ഷാഭാരം കുറയ്ക്കും. ഇത് സംബന്ധിച്ച് കരിക്കുലം കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തു. നിശ്ചിത പാഠഭാഗങ്ങൾ പരീക്ഷയ്ക്ക് ഒഴിവാക്കും. ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യമുണ്ടാകുകയെന്നത് വിദ്യാർത്ഥികളെ മുൻകൂട്ടി അറിയിക്കാനും ധാരണയായി. എല്ലാ പാഠഭാഗങ്ങളും കുട്ടികളെ പഠിപ്പിക്കണം എന്ന തീരുമാനമാണ് സംസ്ഥാന കരിക്കുലം കമ്മിറ്റി എടുത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും അതാണ് അംഗീകരിച്ചിരിക്കുന്നത്. പരീക്ഷാഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യമായ നടപടികൾ സംസ്ഥാന സർക്കാർ തീരുമാനിക്കും. ഇക്കാര്യത്തിൽ കരിക്കുലം കമ്മിറ്റിയിലും ആവശ്യമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. നിശ്ചിത പാഠഭാഗങ്ങൾ പരീക്ഷയ്ക്ക് ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് പരീക്ഷാഭാരം കുറയ്ക്കാനും അവർക്ക് വളരെ സന്തോഷകരമായി അവർക്ക് പൊതുപരീക്ഷയെ അഭിമുഖീകരിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സ്കൂൾ തുറന്ന് 10+2 ക്ലാസ്സുകളിലേക്കുള്ള പഠനം തുടങ്ങിയാൽ അധ്യാപകർ വീണ്ടും പഠിപ്പിക്കുന്നതും ഇതേ പാഠഭാഗങ്ങളായിരിക്കും. ജനുവരി 2ാം ആഴ്ചയോടെ 10ാം ക്ലാസിന്റെ എല്ലാ പാഠഭാഗങ്ങളും ഫെബ്രുവരി 10ഓടെ +2ന്റെ സയൻസ് വിഷയങ്ങളും ഓൺലൈനിൽ പൂർത്തിയാക്കും. കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ക്ലാസുകൾ സംപ്രേഷണം ചെയ്യാനുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തുന്നതെന്ന് കൈറ്റും അറിയിച്ചു. BA ഗിരീഷ്, 24, തിരുവനന്തപുരം.